Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Ashhadu an la ilaha illallah wa ashhadu anna Muhammadan Rasulullah. Allahumma salli wa sallim wa barik alayhi. കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് സംസാരിക്കേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, തുടങ്ങാം. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ലാ എന്നതിനെ കുറിച്ചാണ്. ലാ ഇന്നത്തെ പാഠം അതാണ്. ലാ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ശേഷമുള്ള നക്കിറയായ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. ശേഷമുള്ള നക്കിറയായ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. ഇവിടെ നോക്കണേ, ഞാൻ ഉദാഹരണം അണ്ടർലൈൻ ചെയ്യാതാ. ലാ റജുല ഫിദ്ദാരി. റജുല് എന്നുള്ളത് നമുക്കറിയാം, റജുലൻ കോമൺ നൗണാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ആ റജുല് എന്നുള്ളത് എനിക്ക് നസ്ബ് ചെയ്യും. അതിൻ്റെ തൻവീന് കളയും, തൻവീൻ ഉണ്ടാവാതെ. അപ്പോൾ ലാ റജുല എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഒരു പുരുഷനുമില്ല, ഒരാളുമില്ല. ഫിദ്ദാരി വീട്ടിൽ ഒരാളും തന്നെ വീട്ടിലില്ല. ഒറ്റ കുട്ടിയില്ല എന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് ബലം കൊടുത്ത് ഇതാക്കിയിട്ട് അങ്ങനെ പറയുന്ന ഒരു മീനിങ് ആണ് വരിക. ലാ റൈബ ഫീഹി എന്ന് ഖുർആനിൽ കാണാം. അവിടെ ലാ റൈബ എന്നുള്ളിടത്തും അത് തന്നെയാണ്. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവും ഇല്ല, ഒരു സംശയവും ഇല്ല. അപ്പൊ ഇത്തരം ലാക്ക് പറയുന്ന പേര് തബിരിയാന്റെ ലാ എന്നാണ് പേര് പറയാം. തബിരിയ, തബിരിയ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നത് എന്നർത്ഥം. അപ്പൊ ശേഷം പറയുന്ന നക്കിറയായ കോമണായ ഇസ്മിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത്. ഒരൊറ്റ കുട്ടിയില്ല, ഒരൊറ്റ പുരുഷനില്ല, ഒരു സംശയവുമില്ല എന്നർത്ഥമായിരിക്കും വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അഹദ അഷറ എന്ന് പറഞ്ഞ പോലെ രണ്ടും ഫത്ഹിന്റെ മേലെന്തായിരിക്കും? മബിനിയായിരിക്കും. ലാ റജുല, ഇതുപോലെ അഹദ അഷറ എന്ന് പറഞ്ഞതുപോലെ ഫത്ഹിന്റെ മേലെന്തായിരിക്കും? മബിനിയായിരിക്കും. അപ്പോൾ വീട്ടിൽ എന്നുള്ള വിഷയത്തിൽ, വീട്ടിലാവുക എന്ന വിഷയത്തിൽ റജുല് എന്ന വിഭാഗത്തിൽപ്പെടുന്ന, എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഒരാളും തന്നെയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തായാലും പറയാത്ത ക്ലിയർ അല്ലേ? ഇനി പറയണോ?
നെറ്റിന്റെ പ്രശ്നമുണ്ടോ? കേൾക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഫാത്തിമ, ഇവിടെ കണക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇതാണ് ഇപ്പം ഒന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മേല് ഈ ല ആവർത്തിച്ചു പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നത്. ഇവിടെ ലാ ഹൗല വലാ ഖുവ്വത അങ്ങനെ നമ്മൾ ആവർത്തിച്ചു വന്നു, ലാ എന്ന് ആവർത്തിച്ചു വന്നു. അപ്പോൾ എന്തും പറയാം, ലാ ഹൗല വലാ ഖുവ്വത എന്ന് അങ്ങനെയും പറയാം, എന്തും പറയാം. ലാ ഹൗലുൻ വലാ ഖുവ്വത്തുൻ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് റഫ് കൊടുത്തിട്ടും പറയാം, റഫ് കൊടുത്തിട്ടും പറയാം. ഖുർആനിൽ ഫലാ റഫസ വലാ ഫുസൂഖ എന്ന് തൻവീൻ ഇല്ലാതെ ഫത്ഹ് കൊണ്ടും ഓത്തുണ്ട്, ഖിറാഅത്തുണ്ട്. ഫലാ റഫസുൻ വലാ ഫുസൂഖുൻ എന്ന് തൻവീനോട് കൂടെ റഫ് ആയിട്ടും ഖിറാഅത്ത് ഉണ്ട്. അപ്പോൾ ആവർത്തിക്കുകയാണെങ്കിൽ ലാ എന്ന ഹർഫ് ആവർത്തിക്കുകയും അതിനെ ചേർത്ത് അത്ഫ് ചെയ്യുകയും ചെയ്താൽ തൻവീനില്ലാതെ നസ്ബുൻ ചെയ്യാം, റഫ് ചെയ്തുകൊണ്ട് തൻവീനോട് കൂടെ റഫും ചെയ്യാം. അതിന് തെളിവ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഫലാ റഫസ വലാ ഫുസൂഖ എന്നുള്ള സ്ഥലത്ത് ആ നസ്ബോട് കൂടെയുമുണ്ട് ഫലാ റഫസുൻ വലാ ഫുസൂഖുൻ എന്ന് റഫോട് കൂടെയും ഖിറാഅത്ത് ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ തബ്രിയാന്റെ ലാ എന്നാണ് ഇതിന് പറയാം, തബ്രിയാന്റെ ലാ. ഇതിന് ശേഷം ഇങ്ങനെയുള്ള നെക്കിറയായ ഇസ്മേ വരൂ, കോമൺ നൗണേ വരൂ. ഒരു പൊതുവായിട്ട് പറയാൻ പറ്റുന്ന പേര് റജുലു എന്ന് പൊതുവായിട്ട് നമുക്ക് ആരെയും ഉപയോഗിക്കാമല്ലോ, ഏത് പുരുഷനെയും റജുലു എന്ന് ഉപയോഗിക്കാം. എന്നാൽ സെയ്ദുൻ എന്നുള്ളിടത്ത് നമുക്ക് അങ്ങനെ പറ്റില്ല. സെയ്ദ് എന്ന് പേരുള്ള ഒരു അത് പ്രോപ്പർ നൗണാണ്, ഒന്നിന് മാത്രമേ, ഒരു നിശ്ചിത ആൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നോക്കാം, വായിക്ക്, നമ്മുടെ ഫായിസ വായിക്ക്. ഫായിസ, come on. ഫായിസ കേൾക്കുന്നില്ലേ? കാശിഫ വായിക്കും. അധ്യായമാണ് തബ്രിയത്തിന്റെ ലാ കൊണ്ട് തബ്രിയത്തിന്റെ ലാ കൊണ്ട് നഫി ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ബാബാണ്. ഹെഡിങ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, അടുത്തത് ഇഅ്ലം, നിങ്ങൾ അറിയണം. അതുപോലെ പറയാം ബാക്കി. മഅഹാ മബ്നിയത്തൻ അലൽ ഫത്ഹി.
അത് നെക്കിറയായ ഇസ്മിനോട് കൂടെ ലാ ഫതകൂനു ലായാകും, മഅഹ ആ നെക്കിറയായ ഇസ്മിനോട് കൂടെയാകും, മബ്നിയത്തൻ മബ്നിയാവും, അലൽ ഫത്ഹി ഫത്ഹിൻ്റെ മേൽ മബ്നിയാകും. ഏതുപോലെ? മിസില അഹദ അഷറ. അഹദ അഷറ എന്നുള്ളത്, അഹദ എന്നുള്ളതും ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്, അഷറ എന്നും ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. അതേപോലെ ലാ എന്നതും ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. അതുപോലെ അതിനുശേഷം വരുന്ന റജുല എന്നുള്ള നെക്കിറയായ ഇസ്മും ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പറയും ജുമാന. ഓക്കെ. പിന്നെ ഫായിസ വായിക്ക് ബാക്കി. ഫൈസാൻ്റെ അവിടെ റേഞ്ച് ഇല്ലേ? എന്നാ ഷംന വായിക്ക. മിസ്ല അഹദ അശറ വഹിയ. വഹിയ അത്, ഏത്? ലാ എന്നുള്ളത് ലി നഫി നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നഫി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അൽ ജിൻസി ജിൻസിനെ നഫി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വർഗത്തിനെ തന്നെ, റജുല് എന്നാകുമ്പോൾ റജുല് എന്ന വർഗം തന്നെ, അതിനെ തന്നെ അലൽ ഉമൂമി പ്രത്യേകിച്ചല്ല വ്യാപകമായി എല്ലാ ഏരിയയിലും, ഏത് ഇനിയിപ്പോൾ റജുല് എന്നുള്ളത് എന്താണ് 10 വയസ്സിന് മുകളിലുള്ള ആളാവട്ടെ, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളാവട്ടെ, 40 വയസ്സിന് താഴെയുള്ള ആളാവട്ടെ, വ്യാപകമായി ആ ഗ്രൂപ്പ്, ആ ജിൻസ്, ആ ഒരു വിഭാഗം അതിനെ നഫി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കേട്ടോ, നെഹ്വു കൗലിക്ക നിന്റെ വാക്ക് പോലെ, ലാ റജുല ഫിദ്ദാരി, ലാ റജുല ഫിദ്ദാരി എന്നുള്ളത്. നസബ്ത നീ നസ്ബ് ചെയ്തു, അർ റജുല റജുലിനിക്ക്, അലൻ നഫി വത്തബിരിയത്തി നഫിയും തെബിരിയത്തും മേൽ, ഒഴിവാക്കുകയും നഫി ചെയ്യുകയും. സാധാരണ ലാ നഫിയേ ചെയ്യുള്ളൂ, ഇത് നഫി മാത്രമല്ല തെബിരിയത്തും ചെയ്യുന്നുണ്ട്, പൂർണ്ണമായും വ്യാപകമായി ഒഴിവാക്കുന്നുണ്ട്. അതിന് തെളിവ് പറയട്ടെ ഖുർആനിൽ നിന്ന്. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയൗമിൻ ലാ റൈബ ഫീഹി. ആലു ഇമ്രാനിലെ ലിയൗമിൻ ഒരു ദിവസം. എങ്ങനെയുള്ള ദിവസമാണ്? ലാ റൈബ ഫീഹി, ആ ദിവസം ഉണ്ടാകുമെന്നതിൽ ഒരുത്തനും ഒരു സംശയവുമില്ല. ആർക്കും ചെറുതോ വലുതോ എന്താ പറയുക, കോംപ്ലക്സ് ആയതോ ഏത് ഒരു നിലക്കുള്ള സംശയവും ഇല്ല. ലാ റൈബ ഫീഹി കൗലിക്ക എവിടെ, സോറി, അപ്പം അവിടെ അങ്ങനെ വന്നത് ലാ റൈബ, റൈബ് സംശയം, അതൊരു ജിൻസാണ്. ആ സംശയം പല രൂപത്തിലും പല ആളുകളിൽ നിന്നും പല വിധത്തിലും ഉണ്ടാവാം. ആ സംശയങ്ങളുടെ ആ ഗ്രൂപ്പ്, ആ സംശയങ്ങളുടെ ആ വർഗം, ആ സംശയങ്ങളുടെ ആ ഒരു വിഭാഗം തന്നെ ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾ ഇനി ഫൈൻ കറർത്ത, നീ ആവർത്തിച്ചാൽ, അപ്പോൾ നീ ആവർത്തിച്ചാൽ, ഹർഫല ലാ എന്ന ഹർഫിനെ ആവർത്തിച്ചു. ഉദാഹരണം നോക്ക്, ലാ ഹൗല വലാ ഖുവത, ലാ എന്നുള്ളതിനെ വീണ്ടും ആവർത്തിച്ചു. വഅതഫ്ത അലൈഹി, അതിൻ്റെ മേൽ നീ അത്ഫ് ചെയ്യുകയും ചെയ്തുകൊണ്ടോ, ലാ ഹൗല വ എന്ന അത്ഫിൻ്റെ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് വലാ ഖുവത എന്ന് പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത. അങ്ങനെ ചെയ്താൽ, അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. ഫ ലക നിനക്ക് അനുവദനീയമാണ്, ഫ ലക നിനക്ക് അനുവദനീയമാണ്, അൻ തൻസിബഹുമാ അവ രണ്ടിനും നസ്ബ് ചെയ്യൽ. ലാ ഹൗല എന്നുള്ള അതിനും ഖുവത എന്നുള്ള എനിക്കും നസ്ബ് ചെയ്യാം. ബിഗൈരി തൻവീനിൻ, തൻവീനില്ലാതെ നസ്ബ് ചെയ്യാം. ഇതുപോലെ ഖൗലിക നിന്റെ വാക്ക് പോലെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഒരു കഴിവും ഒരു ശക്തിയും അല്ലാഹുവിനല്ലാതെ,
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ ഇല്ല. ഒരൊറ്റ കഴിവുമില്ല, ഒരൊറ്റ ശക്തിയുമില്ല. ഇനിയോ വൈൻഷിറ്റ, നീ ഉദ്ദേശിച്ചാൽ റഫഅ്തഹുമാ, അവ രണ്ടിനും നിനക്ക് റഫ്ഉം ചെയ്യാം. ഇതുപോലെ കൗലിക, നിന്റെ വാക്കുപോലെ, ലാ ഹൗലുൻ വലാ ഖുവ്വത്തുൻ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിതൻവീനിൻ, തൻവീനോട് കൂടെ. അപ്പോൾ തൻവീൻ ഉണ്ട്, ലാ ഹൗലു എന്നല്ല, ലാ ഹൗലുൻ വലാ ഖുവ്വത്തുൻ. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഫലാ റഫസ വലാ ഫുസൂഖ, ഫലാ റഫസ വലാ ഫുസൂഖ. ബിൽ ഫത്ഹി, ഫത്ഹോട് കൂടെ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഗൈറ മുനവ്വനിൻ, തൻവീന് വെക്കപ്പെട്ടതില്ലാതെ, തൻവീനില്ലാതെ ഫത്ഹോട് കൂടെയുമുണ്ട്. വറഫ്ഇ, റഫ്ഓട് കൂടെയുണ്ട്. മഅ തൻവീനി, തൻവീനോട് കൂടെയും. അപ്പോൾ തൻവീനോട് കൂടെയും അതുപോലെ തൻവീനില്ലാതെ ഫത്ഹോട് കൂടെയും ഈ ആയത്ത് ബഖറയിലെ ഈ സൂറത്ത് ഖിറാഅത്തുണ്ട്. അതുകൊണ്ട് ലാ ആവർത്തിക്കുകയാണെങ്കിൽ, അതുപോലെ അത് അത്ഫ് ചെയ്തു വരികയുമാണെങ്കിൽ തൻവീനില്ലാതെ ഫത്ഹോട് കൂടെ നസ്ബ് ചെയ്തിട്ടും പറയാം, അല്ലെങ്കിൽ റഫ് ചെയ്തിട്ടും പറയാം. ക്ലിയർ ആണോ? യെസ്, അത്രേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കി. അത്ര ഉള്ള പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ചെറിയൊരു ഫസ്ൽ കൂടി ഉണ്ട്. ഇനി ഫസ്ലുൻ, ചെറിയൊരു ഫസ്ല്. വൈദാ ഫസൽത, നീ സെപ്പറേറ്റ് ആക്കിയാൽ, വിട്ടുപിരിച്ചാൽ, ബൈന ലാ എന്നതിൻ്റെയും ബൈനൽ ഇസ്മിൻ്റെയും, ലാ എന്നുള്ളതിൻ്റെ ഇസ്മാണ് ശേഷമുള്ളത്, ആ ഇസ്മിൻ്റെയും ഇടയിൽ നീ വേർപിരിച്ചാൽ, ബിഷൈഇൻ, എന്തെങ്കിലും ഒന്നുകൊണ്ട് വേർപിരിച്ചാൽ, എന്തെങ്കിലും ഒന്നുകൊണ്ട് വേർപിരിച്ചു, എന്നാൽ ബത്വലൽ അമലു, അപ്പം അമല് ബാത്തിലാകും. അപ്പം എന്താവും? അമല് ബാത്തിലാവും. ഫലാ യകൂനു, അപ്പോൾ അതാവൂല, ഇല്ലാ റഫൻ, റഫ് ആ വെക്കപ്പെട്ടതല്ലാതെ വേറൊന്നും ആവൂല, റഫ് മാത്രമേ ആവുള്ളൂ. മാ തൻവീനി, തൻവീനോട് കൂടെ, തൻവീനോട് കൂടെ. അപ്പം എന്തേ ആവുള്ളൂ? റഫ് വെക്കപ്പെട്ടതേ ആവൂ. ഈ ലായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഹദ അഷറ പോലെ, അഹദ അഷറ എന്നുള്ളതിൻ്റെ അടുക്ക് വേറെ വന്നാലും ശരിയാവില്ലല്ലോ. അതേപോലെ ലായും ലാൻ്റെ ഇസ്മിൻ്റെയും ഇടയിൽ വേറൊന്നും വിട്ടുപിരിക്കുന്ന അതിൻ്റെ ഗ്യാപ്പിലൊന്നും വരാൻ പാടില്ല. അപ്പം ലാ എന്നതിൻ്റെയും ഇസ്മിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഒന്നുകൊണ്ട് നീ വിട്ടുപിരിച്ചാൽ, അപ്പോൾ ഫലാ യകൂനു ഇല്ലാ റഫ്അൻ മഅ തൻവീനി, തൻവീനോട് കൂടെ റഫ് അല്ലാതെ ഒന്നും വരൂല. നഹു കൗലിക, നിന്റെ വാക്ക് പോലെ, ലാ ഇൻദക റജുലുൻ, ലാ ഇൻദക റജുലുൻ, അവിടെ കണ്ട ഇൻദ എന്നുള്ളത് വിട്ടുപിരിച്ചു, ഇൻദ എന്നത് അവിടെ വിട്ടുപിരിച്ചു. അതുപോലെ വലാ ഇൻദക ഖൈലുൻ, വലാ ഇൻദക ഖൈലുൻ, അതിനെവിടെ തെളിവ്? വഖാല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ലാ ഫീഹാ ഗൗലുൻ, ലാ ഫീഹാ ഗൗലുൻ എന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഫീഹ എന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ ഗൗല എന്ന് പറഞ്ഞില്ല, ഗൗലുൻ എന്നാണ് അവിടെ എന്തായത് പറഞ്ഞത്. തിരിഞ്ഞ ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം, ലാ റജുല ഉണ്ട്, അവിടെ ഫത്ഹിൻ്റെ മേൽ മബനിയാണ്. മുഫ്രദാകുമ്പോൾ, ഏകവചനാകുമ്പോൾ ലാ റജുല. ഇനിയോ യാഇൻ്റെ മേൽ മബനിയാകും, മുസന്നയാകുമ്പോൾ, തസ്നിയാകുമ്പോൾ, രണ്ടെണ്ണമാകുമ്പോൾ ലാ റജുലൈനി. ജമ്മു മുദക്കറാകുമ്പോൾ യാഇൻ്റെ മേൽ മബനി,
ലാ മുസ്ലിമീന. ജമ്മു മുഅന്നസ് ആകുമ്പോൾ കസറിന്റെ മേൽ മബിനി. ലാ മുസ്ലിമാത്തിൻ. മുലാഫ് ആകുമ്പോൾ ഇപ്പം എന്താണ്, ലാ ഗുലാമ സെയ്ദിൻ. സെയ്ദിന് കുറേ കുട്ടികളുണ്ട്, അപ്പോഴാണ് അത് കോമൺ ആവുള്ളൂ. സെയ്ദിന് ആകെ ഒരു കുട്ടികൾ വെച്ചെങ്കിൽ കോമൺ അല്ല, പ്രോപ്പറായിരിക്കും. ലാ ഗുലാമ സെയ്ദിൻ. ഇനി ഷിബ്ഹ് മുലാഫ്. ഷിബ്ഹ് മുലാഫ് എന്ന് പറഞ്ഞാൽ ഇലാഫത്തിനോട് സാദൃശ്യമായത്. സെയ്ദിൻ്റെ കുട്ടി എന്നാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊരു ലാ താലിഅൻ ജബലൻ, പർവ്വതത്തിൽ വെളിവായവനെ. അപ്പോൾ പർവ്വതം എന്നുള്ളത് ഇലാഫത്തല്ല, അവിടെ വെളിവായി എന്നുള്ള എനിക്ക് ഒരു ചെറിയൊരു ഉപാധി കൊടുത്തു. പർവ്വതത്തിൽ മലപ്പുറത്ത് കയറിയവനെ, മലയുടെ പുറത്ത് കയറിയവനെ, അല്ല കയറിയവനെ എന്നല്ല, മലപ്പുറത്ത് ആരും കയറിയിട്ടില്ല. അപ്പം അവിടെയൊക്കെ ഇതെന്താണ്, റജുലി എന്നുള്ളത് നെക്കിറയാണ്, റജുലൈനി നെക്കിറയാണ്, മുസ്ലിമീന നെക്കിറയാണ്, മുസ്ലിമാത്തിൻ നെക്കിറയാണ്, ഗുലാമ് നെക്കിറയാണ്, താലിഅൻ നെക്കിറയാണ്. ഈ പറഞ്ഞോടത്തൊക്കെ ഇപ്പം നമ്മൾ ഒറ്റ ഉദാഹരണേ പറഞ്ഞുള്ളൂ. ഇത് പിന്നെ ഒന്നുകൂടി വലിയ വിശദീകരിക്കുന്ന വലിയ കിതാബിനെയും കൂടി ചേർത്ത് പറഞ്ഞതാണിത്. നമ്മളിപ്പോൾ പറഞ്ഞത് മുഫ്രദായ രൂപം മാത്രമേ ഉള്ളൂ. അവിടെ എന്താണ്, ഫത്ഹിൻ്റെ മേൽ മബിനിയാകും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫായിസ എന്താ നെറ്റിന്റെ പ്രശ്നം ഉണ്ടോ? യെസ്. ക്ലിയർ അല്ലേ? അത് നോട്ട് ചെയ്തില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ? ബാക്കി പറയട്ടെ. യെസ്. ഇനി നമ്മൾ പറയുന്നത് ജറ് ചെയ്യുന്ന ഹർഫുകളാണ്. നമ്മൾ അവാമിൽ പറഞ്ഞല്ലോ 19 എണ്ണം. അതിൻ്റെ വ്യത്യസ്ത ചില പ്രത്യേകതകളുണ്ട്. അതിനേക്കാൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബാബു ഹുറൂഫിൽ ജർരി, ജറ് ചെയ്യുന്ന ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഹുറൂഫുൽ ജർരി, ജറ് ചെയ്യുന്ന ഹർഫുകൾ തഖ്തസ്സു, അത് പ്രത്യേകമാകും. ബിൽ ഇസ്മി, ഇസ്മു കൊണ്ട് പ്രത്യേകമാകും. കാരണം ഇസ്മിനിക്കല്ലേ ഉള്ളൂ ജറ്, ഫീലിന് ജറ് ഇല്ലല്ലോ. ഇസ്മിൻ്റെ പ്രത്യേകതയാണ് ജറ് ഉണ്ടാവുക എന്നുള്ളത്. അവർ ജറ് ചെയ്യുന്ന ഹർഫുകൾ ഇസ്മിന് മാത്രമേ വരൂ. ദൂനൽ ഫിഅലി, ഫിഅലിനെ കൂടാതെ. ഫീലിന് ജറ് ഇല്ലല്ലോ, അതുകൊണ്ട് ഫീലിൽ വരൂല. അപ്പോൾ ഇസ്മിന് പ്രത്യേകമാണ് ജറ് ചെയ്യുന്ന ഹർഫുകൾ. വഹിയ, അവകൾ ഏതൊക്കെയാണ് ജറ് ചെയ്യുന്ന ഹർഫുകൾ? മിൻ, മിന്നാണ്. ഇല, ഫി, അൻ, അല, റുബ്ബ, വാവു റുബ്ബ, ബാ, ലാം, കാഫ്, അസായിദു, സായിദായ കാഫ്, അത്താഉ, വാവു, ബാഉ ഫിൽ കസം, ആ മൂന്നും കസ്മിൻ്റെ. മുദ്, മുൻദു, ഹാഷ, ഖല, അദ, ഹത്ത, 19 എണ്ണം. നമ്മൾ അവിടെ വേറെ രൂപത്തിലാണ് പറഞ്ഞത്. ഇവിടെ മിൻ, ഇല, വ, ഫി, അൻ, അല, റുബ്ബ, വാവു റുബ്ബ, ബാ, ലാം, കാഫ്, സായിദയായ കാഫ്, താ, വാവ്, ബാ, അത് മൂന്നും കസമിൻ്റെയാണ്. മുദ്, മുൻദ്, ഹാഷ, ഖല, അദ, ഹത്ത. ഇതിനൊരു ബൈത്തുണ്ട്, ഞാനൊന്ന് നിങ്ങൾക്ക് അയച്ചു തരാം. ഒരാൾക്ക് അയച്ചു തരാം, നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാണ് പെട്ടെന്ന് പഠിക്കാൻ. ഇവിടെ നൂറാണിതിൽ പറഞ്ഞിടും ആമീലുകൾ, അതിലുണ്ട് ഇസ്മിൽ ജറ് ചെയ്യും ഹർഫുകൾ. 19 ബാ, മിൻ, വ, ഫി, ഇല, ലാമും, വ, റുബ്ബ, വാവു റുബ്ബ, അൻ, അല, കാഫുൻ, വ, മുദ്, മുൻ, കാഫുൻ, വ, മുദ്,
വാ മുന്തു ഹത്ത പിന്നെ ഖസമിൻ്റെ വാവും ബാ താവും തന്നെ ഹാഷ അദാ ഖാല ഇതോടെ തമ്മ 19 നീ കൈവിടല്ല ഓർമ്മ. ഒരു 4 വരി അറബി മലയാളത്തിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ അയച്ചു തരാം, നിങ്ങൾ പഠിച്ചാൽ മതി, പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമാണ്. നൂറാണിതിൽ പറഞ്ഞിടും ആമിലുകൾ, അതിലുണ്ട് ഇസ്മിൽ ജറ് ചെയ്യും ഹർഫുകൾ. ആമിൽ അവാമിൻ്റെ കിതാബിൻ്റെ ഒരു ബൈത്ത് പോലെ ആക്കിയതാണ്. അതിൽ ഇനി 100 ആമിലുകളാണ് പറയുന്നത്. അതിൽ എന്തുണ്ട്? ജറ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. 19 ബാ മിൻ വ ഫി ഇല. 19 അവകൾ. ഒന്ന് ബാ മിൻ ഫി ഇല. ലാമും വ റുബ്ബ വാവു റുബ്ബ അൻ അല. കാഫും വ മുദുവ മുന്തു ഹത്ത പിന്നെ ഖസമിൻ്റെ വാവും ബാ താവും തന്നെ ഹഷ അദാ ഖാല ഇതോടെ തമ്മ 19 നീ കൈവിടല്ല ഓർമ്മ. നീ കൈവിടല്ല ഓർമ്മ. ക്ലിയർ ആണോ? അതങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പാട്ടായിട്ട് പഠിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിക്കോളണമെന്നില്ല. ചിലർക്ക് പാട്ട് പാടി പഠിക്കാൻ പറ്റും, ചിലർക്ക് എഴുതി പഠിക്കാൻ പറ്റും, ചിലർക്ക് വായിച്ച് പഠിക്കാൻ പറ്റും, ചിലർക്ക് എന്താ പറയുക, വരച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ പല രൂപത്തിലുള്ള പഠനമുണ്ട്. പല രൂപത്തിലുള്ള പഠനം പോലെ തന്നെ പല രൂപത്തിലുള്ള പഠിപ്പിക്കലുമുണ്ട്. ചിലർക്ക് പാടി പഠിപ്പിക്കാൻ കഴിയും, പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയും, ചൊല്ലി പഠിപ്പിക്കാൻ കഴിയും, വായിച്ചു പഠിപ്പിക്കാൻ കഴിയും, ചർച്ച ചെയ്ത് പഠിപ്പിക്കാൻ കഴിയും. ഇതൊക്കെ പഠിക്കാനും പറ്റും. അപ്പം ഇതൊരു മാർഗ്ഗമാണ്. ഇത് മാത്രമല്ല, ചിലർക്ക് നല്ല ശബ്ദം ഇട്ടിട്ട് പഠിക്കാൻ കഴിയും, ചിലർക്ക് തീരെ ശബ്ദം പറ്റൂല. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടല്ലോ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഫഹാദിഹിൽ ഹുറൂഫു, ഈ ഹർഫുകൾ, തജുറു, ഇവകൾ ജറ് ചെയ്യും, അലിസ്മ, ഇസ്മിനിക്ക്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, അമിനന്നാസി ആണോ, അമിനന്നാസി, മിൻ എന്ന് വന്നപ്പോൾ അന്നാസി ജറ് വന്നു. ഖാല ഹത്താ മത്ലഇൽ ഫജ്ർ, ഹത്താ മത്ലഇ എന്നുള്ളതിന് ജറ് ചെയ്തു. ബിജർരിന്നാസി വജർരിൽ മത്ലഇ, അന്നാസ് എന്നുള്ളതിനും മത്ലഇ എന്നുള്ളതിനും ജറ് ചെയ്തുകൊണ്ട്, അന്നാസി എന്നുള്ളതിനും മത്ലഇ എന്നുള്ളതിനും ജറ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട ഹർഫുകൾ 19 ഇസ്മിനിക്ക് ജറ് ചെയ്യുന്ന ഹർഫുകളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് രണ്ടും നോട്ട് ചെയ്തോ? രണ്ടും തബരിയാൻ്റെ ലായും ജറീൻ്റെ ഹർഫുകളും. അടുത്ത ടോപ്പിക്ക് പറയട്ടെ? ഞാൻ ആവർത്തിക്കണം. പറയും. ജസ്റ്റ് ഒന്ന് നോക്കി.
അടുത്ത് പറയാം അല്ലേ? പറഞ്ഞൂടെ? 1 2 3 ഷംന, ജുമാന, ഓക്കെ അല്ലേ? പറയാല്ലേ? ഹത്ത, ഹത്തയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഹത്ത ഞാൻ ആദ്യം ഒന്ന് പറയാം. ഹത്ത എന്നത് ഇസ്മിൽ 2 രൂപത്തിൽ അമല് ചെയ്യും, ഫിഇലിലും 2 രൂപത്തിൽ അമല് ചെയ്യും. ഇസ്മിലും 2 രൂപത്തിൽ അമല് ചെയ്യും, ഫിഇലിലും 2 രൂപത്തിൽ അമല് ചെയ്യും. അപ്പം നമ്മൾ ഹത്ത ജറിൻ്റെ അക്ഷരമായിട്ട് എണ്ണീനു. ജറിൻ്റെ അക്ഷരമാവുമ്പോൾ അത് ഇസ്മിനിക്ക് ജറ് ചെയ്യും. ഇനി ഇസ്മിനിക്ക് തന്നെ വേറെ രൂപത്തിലും കൂടി അമല് ചെയ്യും. അത്ഫിൻ്റെ അക്ഷരമായിട്ടും വരും, അത്ഫിൻ്റെ അക്ഷരമായിട്ടും വരും. അതുപോലെ ഫിഇലിലും 2 രൂപത്തിൽ ചെയ്യും. ഉദാഹരണം പറയാതെ, ഇപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് ജറ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ ജറ്, അതിപ്പോൾ നമ്മൾ അതിന് ഇനി വിശദീകരിക്കണ്ടല്ലോ. ഹത്ത മത്തുലഇ എന്ന് പറഞ്ഞില്ല ഉദാഹരണം, ആ ഉദാഹരണം അവിടെ പറഞ്ഞു. ഇനി നമ്മൾ പറയണത് ഇവിടെ നോക്ക് നിങ്ങൾ, ജാ അനിൽ കൗമു, ഞാൻ അടിവരട്ടത്, ജാ അനിൽ കൗമു ഹത്ത സെയ്ദുൻ. ജാ അനി, എൻ്റെ അടുക്കൽ വന്നു, അൽ കൗമു, ഒരു കൂട്ടം ആളുകൾ, ഹത്ത സെയ്ദുൻ, സെയ്ദ് വരെ വന്നു. സെയ്ദും വന്നു, സെയ്ദ് വരെയും വന്നു. അപ്പം അവിടെ നോക്ക് നിങ്ങൾ, കൗമ് ഒരു കൂട്ടമാണ്, ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം വ്യക്തികൾക്കാണ് കൗമ് എന്ന് പറയാം. അപ്പം അതിൽ പെട്ട ഒരാളാണ് സെയ്ദ് എന്നുള്ളത്. നമ്മൾ ചില സമയത്ത് പറയുമല്ലോ, എല്ലാ കുട്ടികളും വന്നു, അതുപോലെ സെയ്ദും വന്നു, എല്ലാ കുട്ടികളും സെയ്ദും വന്നു, അങ്ങനെ പറയുന്ന സമയത്തും ഇവിടെ ഹത്ത എന്നിട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു സാധാരണ അവൻ വരലില്ല, സാധാരണ ഈ സെയ്ദ് എന്ന് പറഞ്ഞ ആൾ വരവില്ല. അപ്പോൾ ആ സെയ്ദ് വന്നു, സെയ്ദും കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, മറ്റുള്ളവരെ നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹത്ത സെയ്ദ് എന്ന് പറഞ്ഞത്. അപ്പോൾ അൽ കൗമു എന്നുള്ള റഫ് ആയപ്പോൾ സെയ്ദ് എന്നുള്ളതിനിക്ക് ഹത്ത റഫ് കൊടുത്തു. ഇനി റഅയ്തുൽ ഖൗമ ഹത്ത സെയ്ദൻ, ഞാൻ ഒരു കൂട്ടം ആളുകളെ കണ്ടു, ഹത്ത സെയ്ദൻ, സെയ്ദിനെയും കണ്ടു, ഇതിനെയും കണ്ടു, എല്ലാവരെയും കണ്ടു, സെയ്ദിനെയും കണ്ടു. സാധാരണ സെയ്ദിനെ കാണലില്ല. അപ്പോൾ മറർത്തു ബിൽ കൗമി, ഞാനൊരു കൗമിൻ്റെ അരികിലൂടെ നടന്നുപോയി, ഹത്ത സെയ്ദിൻ, സെയ്ദിൻ്റെയും അരികിലൂടെ, ഇതിൻ്റെയും. അപ്പം അവിടെ ഈ 3 സ്ഥലത്തും ഹത്ത അത്ഫ് ചെയ്തു, ശേഷമുള്ളതിനെ മുമ്പുള്ളതിൻ്റെ മേൽ അത്ഫ് ചെയ്തു. പക്ഷെ ഇങ്ങനെ ആകുമ്പോഴേ അത്ഫ് ചെയ്യുള്ളൂ കേട്ടോ. മുമ്പത്തത് എന്ത് വേണം? ഹത്തൻ്റെ മുമ്പുള്ളത് ഒരു കൂട്ടമായിട്ട്, ഒരു ജിൻസ്, ഒരു എന്താ പറയുക, ശേഷം പറയുന്നതിനെയും അല്ലാത്തതിനെയും ഉൾക്കൊള്ളിക്കുന്നതാവണം. അപ്പോൾ ഇവിടെ ഒരു സംശയം, അപ്പോൾ ഉൾക്കൊള്ളിക്കണമല്ല. ഉദാഹരണം നോക്ക്, ഇവിടെ ജാ അനിൽ കൗമു ഹത്ത ഫറസുൻ, ഒരു കൂട്ടം ആളുകൾ വന്നു, കുതിര വരെ വന്നു, അത് പറ്റൂല, അത് ശരിയല്ല. അപ്പോൾ അത്ഫിൻ്റെ രൂപത്തിൽ വരണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ, ഫറസ് കൗമിൽ പെട്ടതല്ലല്ലോ, കുതിര എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളിൽ പെട്ട ആളല്ല. അപ്പോൾ പിന്നെ അവിടെ ഫറസ് എന്ന് വരുമ്പോൾ അത് അങ്ങനെ വരുന്നാൽ ശരിയാവില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, നോക്കാം. ബാബു ഹത്ത, ഹത്തയെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഹത്ത, ഹത്ത എന്നത് തഅമലു, അത് അമല് ചെയ്യും, ഫിൽ ഇസ്മി, ഇസ്മിൽ അമല് ചെയ്യും, മിൻ വജ്ഹൈനി, 2 രൂപത്തിൽ അമല് ചെയ്യും. ഏതുപോലെ തന്നെ ഫിൽ ഫിഇലി, ഫിഇലിലും അമൽ ചെയ്യും, മിൻ വജ്ഹൈനി, 2 രൂപത്തിൽ. അപ്പോൾ ഹത്തക്ക് ടോട്ടൽ 4 അമലുണ്ട്. ഇസ്മിൽ 2 അമല്, ഫിഇലിലും 2 അമല്.
അമലുഹ, അപ്പോൾ ഹത്തയുടെ അമല് ഫിൽ ഇസ്മി, ഇസ്മിലുള്ള ഹത്തയുടെ അമല് അൻ തജുറ, അത് ജെറ് ചെയ്യലാണ്. ഫിൽ ഇസ്മിലുള്ള അമല് ഒന്നത് ജെറ് ചെയ്യലാണ്. കമാതക്കറിനാവും, നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. രണ്ടാമത്തെ ഏതാണ്? വാൻ തഅത്തുഫ, ആ ഹത്ത അത്തുഫ് ചെയ്യലാണ്. ഹത്ത അത്തുഫ് ചെയ്യലാണ്. ആൻഡ് എന്നൊക്കെ പറയുന്ന പോലെ. മാ ബഅദഹ, എന്തിനെ? അതിന് ശേഷമുള്ളതിനെ. അലാമാ ഖബല, അതിന് മുമ്പുള്ളതിൻ്റെ മേൽ. ശേഷമുള്ളത് ഇപ്പോൾ ഇവിടെ സെയ്ദ്, ഹത്തക്ക് ശേഷമുള്ളതാണ് സെയ്ദ്. സെയ്ദിനെ അത്തുഫ് ചെയ്തു അതിന് മുമ്പുള്ള കൗമ് എന്നുള്ളതിൻ്റെ മേൽ. എപ്പോഴാണ് അങ്ങനെ ചെയ്യുക? ഇതാക്കാന മാ ബഅദഹ, ഹത്തക്ക് ശേഷമുള്ളതായാൽ. ഇതാക്കാന മാ ബഅദഹ, ഹത്തക്ക് ശേഷമുള്ള ഒന്നായാൽ. മിൻ ജിൻസിഹി, എന്തിൻ്റെ? അതിൻ്റെ ജിൻസിൽപ്പെട്ടതായാൽ. ഹത്തൻ്റെ മുമ്പുള്ളതിൻ്റെ, ഹത്തയുടെ മുമ്പുള്ളതിൻ്റെ ജിൻസിൽ, കൂട്ടത്തിൽ, വിഭാഗത്തിൽപ്പെട്ടതായാൽ. നെഹു ഏതുപോലെ? നെഹു കൗലിക്ക, നിന്റെ വാക്ക് പോലെ. ജാഅനിൽ ഖൗമു ഹത്താ സൈദുൻ, അത്തുഫ് ചെയ്തു. അത്തുഫ് ചെയ്താൽ മഅതൂഫിന്റെ ഇറാബാണല്ലോ കൊടുക്കുക. മഅതൂഫിനിക്ക് മഅതൂഫ് അലൈഹിന്റെ ഇറാബ കൊടുക്കുക. മഅതൂഫ് അലൈഹി ഖൗമു എന്നുള്ളതിന് റഫാണ്, അതുകൊണ്ട് സെയ്ദ് എന്നുള്ളതിനും റഫ് കൊടുത്തു. റഅയ്തുൽ ഖൗമ എന്നുള്ളിടത്ത് നെസ്ബാണ്, അപ്പോൾ അതിന് അത്തുഫ് ചെയ്തു വന്ന സെയ്ദിനിക്ക് നെസ്ബ് കൊടുത്തു. ബിൽ ഖൗമി എന്നുള്ളിടത്ത് ജറാണ്, അപ്പോൾ ഹത്താ സെയ്ദ് എന്നുള്ളിടത്തും എന്ത് കൊടുത്തു? ജറ് കൊടുത്തു. വലൗ ഖുൽത, നീ പറഞ്ഞാൽ, ജാഅനിൽ ഖൗമു ഹത്താ ഫറസുൻ, അങ്ങനെ പറഞ്ഞാൽ ലം യജൂസ്, അത് അനുവദനീയമല്ല. ലിഅന്നഹു ലൈസ മിൻ ജിൻസിൽ ഖൗമി, കാരണം അത് ഖൗമിന്റെ ജിൻസിൽപ്പെട്ടതല്ല. ഖൗമ് എന്നുള്ളതിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ലല്ലോ ഫറസ് എന്നുള്ളത്, അതുകൊണ്ട് അത് അങ്ങനെ പറയാൻ പറ്റൂല. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? നോട്ട് ചെയ്യേ. ഇസ്മിലുള്ള അമല് ഒന്ന് ജറ് ചെയ്യുക, മറ്റൊന്ന് അത്തുഫ് ചെയ്യുക. അത്തുഫ് ചെയ്യണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്, ഹത്തയുടെ മുമ്പുള്ളതിൻ്റെ ജിൻസിൽ പെടണം, എന്ത്? ശേഷമുള്ളത്. അങ്ങനെ പെടുന്നില്ലെങ്കിൽ ശരിയല്ല, പറയാൻ പറ്റൂല, അത്തുഫ് ചെയ്യാൻ പറ്റൂല. നോട്ട് ചെയ്തോ? ഇസ്മിൽ ഹത്ത രണ്ട് രൂപത്തിൽ അമൽ ചെയ്യും. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജറ് ചെയ്യുക, മറ്റൊന്ന് അത്തുഫ് ചെയ്യുക. ഹത്ത അത്തുഫിൻ്റെ അക്ഷരമായിട്ട്. ഹുറൂഫു അത്തുഫിൻ ഔ വബൽ ഹത്ത വഫ വാവും വലാക്കിൻ സുമ്മ അം ഇമ്മ വല. അത്തുഫിന് കുറേ അക്ഷരങ്ങളുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ രണ്ട് സെൻറ്റൻസിന് ഒന്നാക്കുമല്ലേ? ആൻഡ് പറയും, ബട്ട് പറയും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ദോ, ആൾദോ, ഈഫ്, അങ്ങനെയൊക്കെ ഉള്ള ചേർത്ത് കൊടുക്കുമല്ലോ രണ്ട് സെൻറ്റൻസുകളെ. അപ്പം അതേപോലെ ഇവിടെ അത്തുഫ് ചെയ്യുന്നത്, രണ്ട് സെൻറ്റൻസിനെ ചേർക്കുന്നത് അതിൽപ്പെട്ട ഒന്നായിട്ടും ഹത്ത ചെയ്യും. പക്ഷേ ഹത്ത അങ്ങനെ ചെയ്യണമെങ്കിൽ, അത്തുഫ് ചെയ്യണമെങ്കിൽ ഹത്തക്ക് ശേഷമുള്ളതുണ്ടാവുമല്ലോ, അതും ഹത്തക്ക് മുമ്പുള്ളതിൻ്റെ കൂട്ടത്തിൽ പെടണം. കൗമ് എന്നുള്ള ഇത് ഹത്തൻ്റെ മുമ്പുള്ളതാണ്. ഇവിടെ ഈ ഉദാഹരണത്തിൽ ജാഅനിൽ ഖൗമു ഹത്താ സെയ്ദ് എന്നുള്ളിടത്ത് കൗമ് എന്നുള്ളത് ഹത്തൻ്റെ മുമ്പാണ്, അപ്പോൾ ഹത്തൻ്റെ ശേഷമുള്ളത് സെയ്ദാണ്. അപ്പം ഹത്തൻ്റെ ശേഷമുള്ള സെയ്ദ് ഹത്തൻ്റെ മുമ്പുള്ള കൗമിൽ പെടണം. അങ്ങനെ പെടുന്നതാവുമ്പോഴേ അത്തുഫ് ചെയ്യുന്ന രൂപത്തിൽ ഹത്ത വരൂ, അല്ലെങ്കിൽ അത്തുഫ് ചെയ്യുകയില്ല. ചെയ്യാത്തതിന് ഉദാഹരണം പറഞ്ഞാണ് അതിൽ ഏത്? ജാഅനിൽ ഖൗമു ഹത്താ ഫർസുൻ എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ലം യജൂസ്, അനുവദനീയമല്ല. കാരണം ലിഅന്നഹു ലൈസ മിൻ ജിൻസിൽ ഖൗമി, അത് ഖൗമിൻ്റെ ജിൻസിൽ പെട്ടത് അല്ല. ഓക്കെ, ഫൈസ നോട്ട് ചെയ്തില്ലേ? എല്ലാവരും നോട്ട് ചെയ്തോ? പറഞ്ഞ ഫാത്തിമ. ഇനി അതും കൂടി പറയാം. ഫിഇലില് രണ്ടമൽ കേട്ടാ. ഇസ്മിലുള്ള രണ്ടമല പറഞ്ഞ്, ഫിഇലിലും രണ്ട് അമൽ ചെയ്യും. വഅമലുഹ, ഹത്തയുടെ അമല്
ഫിൽ ഫിഇലി, ഫിഇലിലുള്ളതായ അമല്, ഫിഇലിൽ ചെയ്യുന്ന അമല്, അൻ തൻസിബ, ഹത്ത നസ്ബ് ചെയ്യലാണ്, ഹത്ത നസ്ബ് ചെയ്യും, അൽ ഫിഇൽ അൽ മുസ്തഖ്ബില, മുസ്തഖ്ബിലായ ഫീലിനിക്ക്, മുസ്തഖ്ബിലായ ഫീലിനിക്ക്, ഭാവി കാലത്തെ കുറിക്കുന്ന ഫീലിനിക്ക്, ഫ്യൂച്ചർ ടെൻസിന്റെ ഫീലിനിക്ക്. കൗലിക്ക് ഇതുപോലെ ഉദാഹരണം നോക്ക് നിങ്ങൾ, മാ അഫ്അലു, ഞാൻ പ്രവർത്തിക്കൂല, ഹത്താ തഫ്അല, നീ പ്രവർത്തിക്കുന്നത് വരെ, നീ പ്രവർത്തിക്കുന്നത് വരെ ഞാൻ ചെയ്യൂല, ഞാൻ പ്രവർത്തിക്കൂല, ബിന്നസ്ബോർഡ് കൂടെ, ഹത്താ തഫ്അല. അപ്പോൾ അത് മുസ്തഖ്ബിലിന്റെ അർത്ഥം നീ അവനിപ്പോ, അതായത് നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നമ്മോട് മുഖാത്തബ് പ്രവർത്തിച്ചിട്ടില്ല, നീ ചെയ്യുന്നത് വരെ, നീ ഭാവിയിൽ ചെയ്യുന്നത് വരെ ഞാനും ചെയ്യൂല, നീ ചെയ്താലേ ഞാൻ ചെയ്യുള്ളൂ. ഇനി അപ്പോൾ അതാണ് നസ്ബ് ചെയ്തു. തർഫഉഹു, മുസ്തഖ്ബിലായ ഫീലിനിക്ക് റഫ്ഉം ചെയ്യും, ഇദാ കാന ബിമഅനൽ മാദി, ആ മുസ്തഖ്ബിലായ ഫീൽ മാദിന്റെ അർത്ഥത്തിനാണെങ്കിൽ, അത് പോയിന്റ് കേട്ടാ, മാദിന്റെ അർത്ഥത്തിനാണെങ്കിൽ റഫ് ചെയ്യും, മുസ്തഖ്ബിലായ ഫീൽ മുസ്തഖ്ബിലിന്റെ അർത്ഥത്തിനാണെങ്കിൽ നസ്ബ് ചെയ്യും. ഉദാഹരണം നോക്ക്, നഹ്വു കൗലിക്ക, നിന്റെ വാക്ക് പോലെ, സിർത്തു, ഞാൻ നടന്നു, ഹത്ത അദ്ഖുലുൽ ബലദ, നാട്ടിലെത്തുന്നത് വരെ. സിർത്തു, ഞാൻ നടന്നു എന്നാണ്, നടന്നു കഴിഞ്ഞ് നാട്ടിലെത്തുന്നത് വരെ. അപ്പൊ ഹത്ത അദ്ഖുലു, ആ അദ്ഖുലു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞു പോയല്ലോ, നടന്നു, നാട്ടിലെത്തുന്നത് വരെ നടന്നു എന്നാണ്. സിർത്തു എന്ന് പറഞ്ഞാൽ തന്നെ നടന്നു എന്നല്ലേ. അപ്പൊ ഹത്ത അദ്ഖുലുൽ ബലദ, നാട്ടിലെത്തുന്നത് വരെ ഞാൻ നടന്നു. അപ്പൊ അവിടെ അദ്ഖുലു എന്നുള്ളത് മുദാരിയായ ഫീലാണെങ്കിലും മുസ്തഖ്ബിലായ ഫീലാണെങ്കിലും അതിന്റെ അർത്ഥം മാലിയായിട്ട് വരുന്നതാണ്, കഴിഞ്ഞു പോയ കാലം. അപ്പോ അവിടെ എന്ത് ചെയ്തു? സിർത്തു ഹത്ത അദ്ഖുലുൽ ബലദ, അവിടെ മാലിന്റെ അർത്ഥമാണ് അദ്ഖുലു എന്നുള്ള മുദാരിയായ ഫീലിനിക്ക്. അപ്പൊ അതെനിക്ക് എന്ത് ചെയ്തു? റഫും ചെയ്തു. ബി റഫ്ഇൽ ലാമി മിൻ അദ്ഖുലു, അദ്ഖുലു എന്നുള്ളതിന്റെ ലാമിനിക്ക് റഫ് ചെയ്തുകൊണ്ട്. കാരണം ലിഅന്നഹു ബിമഅനൽ മാലി, അത് മാലിന്റെ മാനയാണ്. മുസ്തഖ്ബിലിന്റെ മാനയാണെങ്കിൽ നസ്ബ് ചെയ്യും, മാലിന്റെ മാനയാണെങ്കിൽ റഫും ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറയും, ഒന്നുകൂടി പറയണ ഫാത്തിമ. അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ഈ ഹത്ത തഫ്അല എന്നുള്ളതും മുദാരിയായ ഫീലാണ്, മുസ്തഖ്ബിലായ ഫീലാണ്. ഹത്ത അദ്ഖുലു എന്നുള്ളതും മുസ്തഖ്ബിലായ ഫീലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മുസ്തഖ്ബിലാണ്. ഇതിൻ്റെ അർത്ഥം മുസ്തഖ്ബിലാണ്, ഭാവി കാലാണ്. മാ അഫ്അലു, ഞാൻ പ്രവർത്തിക്കൂല, അതായത് ഞാൻ ഭാവിയിൽ പ്രവർത്തിക്കൂല, ഹത്താ തഫ്അല, നീ ഭാവിയിൽ പ്രവർത്തിക്കുന്നത് വരെ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഞാൻ പ്രവർത്തിക്കൂല, ഭാവിയിൽ നീ പ്രവർത്തിക്കുന്നത് വരെ. അപ്പോൾ ഈ തഫ്അലക്ക്, ഇപ്പം ഞാൻ റൗണ്ട് ചെയ്യുന്ന തഫ്അലക്ക് മുസ്തഖ്ബിലായ ഫീലിൻ്റെ അർത്ഥം ഭാവി കാലം തന്നെയാണ്. എന്നാൽ ഇവിടെ സിർത്തു, ഞാൻ നടന്നുപോയി, കഴിഞ്ഞു. അത് ഹത്ത അദ്ഖുലുൽ ബലദ, നാട്ടിലെത്തുന്നത് വരെ. അപ്പം നാട്ടിലും എത്തിയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്, നാട്ടിലെത്തുകയും ചെയ്തു, നടന്നു, അതുവരെ നടന്നു എന്നല്ലേ. പക്ഷെ ഇവിടെ അദ്ഖുലു എന്നുള്ളത് മുസ്തഖ്ബിലായ ഫീലാണെങ്കിലും പക്ഷെ അതിൻ്റെ മീനിങ് നേരത്തെ സിർത്തു എന്നുള്ള ഒരു പ്രയോഗം അവിടെ നടത്തിയത് കൊണ്ട് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണത്. മാലിൻ്റെ മായനക്കാണ്. മാലിയുടെ മായനക്കുള്ള മുദാരിയായ ഫീലിനിക്ക് ഹത്ത റഫ് ചെയ്യും, മുസ്തഖ്ബിലിന്റെ മായനക്കുള്ള മുദാരിയായ ഫീലിനിക്ക് നസ്ബും ചെയ്യും. ഓക്കെ ആണോ ഫാത്തിമ? ആണോ? ലിഅന്നഹു ബിമഅനൽ മാദി വ മഅനഹു, അതിന്റെ അർത്ഥം ഹത്താ ദഖൽതുഹ എന്നാണ്. സംഗതി അദ്ഖുലു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഹത്താ ദഖൽതുഹ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ആ നാട്ടിലെത്തുന്നത് വരെ നടന്നു, നാട്ടിലെത്തുകയും ചെയ്തു, ഞാൻ നടക്കുകയും ചെയ്തു, ഒക്കെ കഴിഞ്ഞു. മറ്റോടത്ത് അങ്ങനെയല്ല, ഞാനിപ്പോൾ പ്രവർത്തിച്ചിട്ടില്ല, നീ പ്രവർത്തിക്കുന്നത് വരെ. നീയും പ്രവർത്തിച്ചിട്ടില്ല, നീ പ്രവർത്തിച്ചാൽ ഞാൻ പ്രവർത്തിക്കും. വഖദ് ഖുരിഅ ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ കൗല്, അതിന് തെളിവ് പറയട്ടെ, ഓതപ്പെട്ടിരിക്കുന്നു. എന്തോതപ്പെട്ടിരിക്കുന്നു? സുൽസിലു വസുൽസിലു ഹത്താ യഖൂല റസൂലു ബിറഫ്ഇൽ ലാമി വനസ്ബിഹ. അവിടെ യഖൂല എന്നും യഖൂലു എന്നും ഓതിയിട്ടുണ്ട്, റഫ് ആയിട്ട് ഓതിയിട്ടുണ്ട്, നസ്ബായിട്ട് ഓതിയിട്ടുണ്ട്. അപ്പം റഫ് ആവുമ്പോൾ ബിമഅനൽ മാദി, മാദിയായ അർത്ഥമായിരിക്കും.
നെസ്ബാകുമ്പോൾ ബിമാനൽ മുസ്തഖ്ബിലിന്റെ അർത്ഥമായിരിക്കും. റഫ് ആകുന്ന സമയത്ത് മാലിയുടെ അർത്ഥവും നെസ്ബാകുന്ന സമയത്ത് മുസ്തഖ്ബിലിന്റെ അർത്ഥമായിരിക്കും. അപ്പോൾ സുൽസിലു, അവർ ഭൂകമ്പത്തിലായി, ഭൂമി കുലുക്കത്തിലായി. ഹത്താ യഖൂല റസൂൽ, റസൂല് പറഞ്ഞതുവരെ, റസൂല് പറഞ്ഞതുവരെ എന്നർത്ഥം വരുമ്പോൾ യഖൂലു എന്ന് വായിക്കണം, മാലിയുടെ അർത്ഥം. ഹത്താ യഖൂലു റസൂൽ പറയുമ്പോൾ പറയുന്നത് വരെ, റസൂല് പറയുന്നത് വരെ. അപ്പോൾ പറഞ്ഞിട്ടില്ല, പറയുന്നത് വരെ. അപ്പോൾ രണ്ടും അവിടെ ഓത്തുണ്ട്. അപ്പോൾ റഫ് ആയിട്ടും ഉണ്ട്, നെസ്ബായിട്ടും ഓത്തുണ്ട്. റഫ് ആകുമ്പോൾ മാലിയുടെ അർത്ഥത്തിനാണ്, നെസ്ബ ആകുമ്പോൾ മുസ്തഖ്ബിലിന്റെ അർത്ഥത്തിനാണ്. ക്ലിയർ ആണോ? ഓക്കെ, മതി. ജസ്റ്റ് ഒന്ന് നോക്കി. ഒന്ന് പറഞ്ഞു എന്നും വരും, അത് ഒന്നായി രണ്ടും കഴിഞ്ഞു എന്നാക്കാരം ഒന്നർത്ഥം. സുൽസിലു എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിലായി, എന്തുവരെ? ഭൂകമ്പത്തിലായി പറയുകയും കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു. മറ്റേതാകുമ്പോൾ അങ്ങനല്ല, ഭൂകമ്പത്തിലായി ശേഷം പറയും, ശേഷം പറയാം. ഭൂകമ്പത്തിലായി, ഇപ്പോഴും ഭൂകമ്പത്തിലാണ്, ശേഷം ഭൂകമ്പത്തിലാണ്, പറയുന്നത് വരെ. അപ്പൊ യഖൂല. സുൽസിലു എന്നുള്ളത് മാലിയ ഫീലാണ്, സൽസല എന്നുള്ളതിന്റെ മജ്ഹൂലാണ്, റുബായി മുജറദാണ് സൽസല. അതിന്റെ സുൽസിലു, സുൽസില എന്നുള്ളത് അതിന്റെ സുൽസിലു അതതിന്റെ മജ്ഹൂല് ആണ്. അവിടെ എന്ത് ചെയ്തു? രണ്ടിന്റെ അർത്ഥം ഇങ്ങനെ വെക്കണം കേട്ടാ. സുൽസിലു ഹത്താ യഖൂലു റസൂലു എന്ന് പറയുമ്പോൾ ഭൂകമ്പം ഉണ്ടായി, ഭൂമി കുലുക്കം ഉണ്ടായി, റസൂല് പറയുകയും ചെയ്തു, രണ്ടും കഴിഞ്ഞു പോയി. മറ്റോടത്ത് യഖൂലർ റസൂൽ പറയുമ്പോൾ ഭൂകമ്പം ഉണ്ടായി, ഭൂമി കുലുക്കം ഉണ്ടായി, ഇപ്പോഴും ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹത്താ യഖൂലർ റസൂൽ, റസൂല് പറയുന്നത് വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ആയത്ത് ഇറങ്ങുന്ന സമയത്ത്, ആയത്ത് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു ഹിക്കായത്ത് ഉണ്ടാവുമല്ലോ, ലൈവായിട്ട് ഇങ്ങനെ പറയാണല്ലോ. അപ്പോൾ ലൈവായിട്ട് പറയുമ്പോൾ അന്നത്തെ ഒരു ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു പ്രവാചകർ പറയുന്നത് വരെ, ദ്വാരക്കുന്നത് വരെ, അപ്പോൾ കുറേ സമയം നീണ്ടുന്നു, ദ്വാരക്കുന്നത് വരെ എന്നുള്ള അർത്ഥത്തിനാകുമ്പോൾ യഖൂലർ റസൂൽ എന്ന് പറയണം, യഖൂല നെസ്ബോട് കൂടെ. ഓക്കെ ആണോ? ജുമാന, കാശിഫ. മതി. സംശയമുള്ളതെന്ന് പറയും. നോട്ട് ചെയ്തോ? അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് തബരിയാൻ്റെ ലായാണ്. അപ്പോൾ തന്നെ പഠിക്കട്ടാ. പിന്നെ ചെറിയ ഹർഫ് പറഞ്ഞു, ഹത്തൻ്റെ പണിയും പറഞ്ഞു. ഹത്ത ഇസ്മിനിക്കും രണ്ട് രൂപത്തിൽ ചെയ്യും, ഫീലിനിക്കും രണ്ട് രൂപത്തിൽ ചെയ്യും. ഓക്കെ, എന്നാൽ അതിൻ്റെ പിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം.